ഹായ് ഹലോ ആദ്യ നയനത്തിന്റെ അടുത്തൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. അതായത് നയനേനെയും ജലജ നയനേനെയും നവ്യേനെയും വശത്താക്കാനുള്ള ഒരു ആയുധം ജലജയുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് പീരിയഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നവ്യ ഗർഭിണിയാണെന്ന് പറ്റിക്കുകയാണല്ലോ. ഈ സമയത്ത് നവ്യക്ക് പീരിയഡ്സ് ആവുന്നു. അങ്ങനെ നവ്യ കഴിക്കുന്ന ഗുളിക ജലജ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടോളൂ. കഴിഞ്ഞ വീഡിയോ ആണ് കേട്ടോ ആ വീഡിയോ. അതിനുശേഷം ഉള്ള അതിന്റെ ബാക്കിയായിട്ടാണ് കേട്ടോ പറയുന്നത്. നവ്യ ആലോചിക്കുകയാണ്, നയന വരുമ്പോ ഇനി ഞാൻ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവള് തന്നെ എല്ലാവരോടും വിളംബരം ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഗർഭിണിയല്ല നീ വീട്ടുകാർ അറിയുമ്പോൾ ഇവര് തന്നെ എന്നെ ചവിട്ടി പുറത്താക്കും. അതൊരിക്കലും നടക്കാൻ പാടില്ല. ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ പിന്നെ ഞാൻ ജീവനോട് ഇരുന്നിട്ട് തന്നെ കാര്യമില്ല. എങ്ങനെയെങ്കിലും ഇത് തടയണം. അതിനു വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും എല്ലാവരും ശ്രദ്ധ മറ്റൊരു തരത്തിലേക്ക് തിരിക്കണം എന്ന് നവ്യ കരുതാണ്. അങ്ങനെ നയന വീട്ടിൽ പോയിട്ട് അവളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് തിരിക്കാണ് കേട്ടോ. ഈ സമയത്ത് നവ്യാണെങ്കില് ഫോണിൽ വിളിച്ചിട്ട് ദേവേനെ കേൾക്കുന്നത് പോലെ അവിടെ നിന്നിട്ട് പറയാണ്, എന്താ അമ്മ ഈ പറയുന്നത്? ക്യാഷ് വേണമെന്നോ? എപ്പോഴും വിളിച്ച് ക്യാഷ് ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് തരാനാ? ഞങ്ങൾ പെൺകുട്ടികളെ ഞങ്ങൾ കെട്ടിച്ചു വിട്ടതല്ലേ. അതിനുശേഷം അവരുടെ വീട്ടുകാരോട് ഇങ്ങനെ ക്യാഷ് ചോദിക്കുന്നത് എന്ത് നാണക്കേടാ. ഇപ്പൊ തന്നെ നയനയാണെങ്കിൽ 1,00,000 രൂപയുമായിട്ട് അങ്ങോട്ട് വന്നിട്ടില്ലേ. ഇനി ദയവ് ചെയ്ത് ഞങ്ങളോട് ക്യാഷ് ചോദിക്കരുത് എന്ന് നവ്യ പറയുന്നു. എന്നിട്ട് അയ്യോ ദേവയാനി കണ്ടു എന്നും പറഞ്ഞിട്ട് നവ്യ പെട്ടെന്ന് തിരിഞ്ഞു നടക്കുന്നതിലൊക്കെ അഭിനയിക്കുകയാണ്. ശരിക്കും നവ്യ ആർക്കും കോള് ചെയ്തിട്ടില്ല കേട്ടോ. നയന ക്യാഷും കൊണ്ട് പോയ വിവരം ദേവേനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രിക്ക് മാത്രമായിരുന്നു നവ്യയുടെ അത്. ദേവയാനി ചോദിക്കാണ്, നിൽക്കവിടെ എന്ന് പറയുമ്പം നവ്യ എന്താ അമ്മയും ചോദിക്കുമ്പം അല്ല നീ ഇപ്പൊ പറഞ്ഞൊക്കെ സത്യമാണ് ചോദിക്കുകയാണ്. എന്തെന്ന് ചോദിക്കുമ്പം അല്ല നയന ഇപ്പോൾ ഇവിടുന്ന് 1,00,000 രൂപയായിട്ട് പോയി എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ചോദിക്കുമ്പം അത് സത്യമാണെന്ന് പറയാണ്. ഓഹോ അവൾ ഇങ്ങോട്ട് വരട്ടെ ഇവിടുന്ന്. അപ്പോൾ ക്യാഷും കൊണ്ടുപോകാൻ തുടങ്ങിയല്ലേ. ഇതുവരെ എത്ര തവണ ഇതുപോലെ ക്യാഷ് കൊണ്ടുപോയിട്ടുണ്ട്? നവ്യ പറയാണ്, എനിക്കറിയില്ല. എപ്പോ ഞാൻ വിളിച്ചാലും എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടും. പക്ഷെ നയനെ അങ്ങനല്ല, എപ്പോ ഒരു ക്യാഷ് വെച്ചാലും കൊണ്ട് കൊടുക്കും. ഇത് എത്രാമത്തെ തവണയാണെന്ന് എനിക്കറിയില്ല. ഇന്ന് മാത്രം അവളിനോട് പറഞ്ഞിട്ട് പോയെ എന്ന് പറയുകയാണ്. ഇന്ന് അവളിങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവേനി കലിപ്പിച്ചു തുള്ളി അവിടെ നിൽക്കാനട്ടോ. അങ്ങനെ ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ ആ ഹാളില് നിറഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്. നയന സന്തോഷത്തോടുകൂടി തന്നെ കയറി വരികയാണ് കേട്ടോ. കാരണം വീട്ടിലെ ക്യാഷ് ഒക്കെ കൊടുത്തിട്ട് വീടിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമാവാണ്. കയറി വരുമ്പം എല്ലാവരെയും കണ്ടിട്ട് നയന ചോദിക്കാണ്, എന്താ എല്ലാവരും എന്നെ കൂടെ ഇരിക്കുന്നത്? എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നിങ്ങനെ നയന ചോദിക്കുമ്പം പിന്നെ വലിയൊരു വിശേഷമുണ്ട് ഇവിടെ. അത് 3-4 മാസം മുമ്പ് ഇവിടെ സംഭവിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ തലവേദന എന്ന് ദേവയാനി പറയുന്നു. നയന ചോദിക്കാണ്, എന്താ അമ്മേ എന്താ കാര്യം? അമ്മ നല്ല ദേഷ്യത്തിലാണല്ലോ. ദേവേനി പറയാണ്, നീ ഇപ്പൊ എവിടെ പോയതാന്ന് ചോദിക്കുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാണെന്ന് രാവിലെ ഞാൻ പറഞ്ഞതല്ലേ. എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ടല്ലേ പോയതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരി. നീ ഇവിടെ എന്തും കൊണ്ടാ വീട്ടിലേക്ക് പോയെന്ന് ചോദിക്കുമ്പം നയനൊന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, നയനമോളെ ചോദിച്ചത് കേട്ടില്ലേ? നീ ഇവിടെ നിന്ന് എന്താ വീട്ടിലേക്ക് കൊണ്ടുപോയേ? അപ്പൊ നയന പറയാണ്, ഞാൻ പൈസയാ കൊണ്ടുപോയേ. ദേവയാനി പറയാണ്, എത്ര രൂപ? 1,00,000 രൂപ. ആരോട് ചോദിച്ചിട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഭർത്താവിനോട് ചോദിച്ചു പറയുകയാണ്. അപ്പോഴേക്കും ദേവയാനി പറയുകയാണ്, അവൾ പറഞ്ഞത് കേട്ടില്ലേ? അവളുടെ ഭർത്താവിനോട് ചോദിച്ചു പോലും. പാവം എന്റെ മോൻ ആരെങ്കിലും കരഞ്ഞു കാണിച്ചാൽ അവനതിലെല്ലാം വീഴും. ചോദിക്കുന്നവർക്കൊക്കെ അവൻ ക്യാഷ് എടുത്ത് കൊടുക്കും. അത് അവന്റെ സ്വഭാവം ഇവളെ നന്നാക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവള് ഓരോ തവണ വീട്ടിലേക്ക് പോകുമ്പോൾ ക്യാഷ് കൊണ്ട് കൊടുത്തിട്ട് വരുന്നത്. അപ്പൊ അമ്മയോട് അവൾ പറയണ, അമ്മേ അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നതെന്ന് എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, വേണ്ട ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇവളുടെ സ്വഭാവം. എനിക്ക് ക്യാഷ് ഇഷ്ടമില്ല, ക്യാഷുകാരെ ഇഷ്ടമില്ലെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം നാടകം അവളോട് കളിച്ചത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ അവള് ചെയ്ത് കൂട്ടിയ കാര്യങ്ങള്. അപ്പോഴേക്കും ചെറിയമ്മ ചോദിക്കുകയാണ്, എങ്കിലും നയനമോളെ ഇത് മോശമായി പോയി. ഇവിടെ എല്ലാവരോടും പറഞ്ഞ് അനുവാദം മേടിച്ചിട്ട് മാത്രമേ നീ ഈ ക്യാഷ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളായിരുന്നു. നിന്റെ വീട്ടുകാരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നു. മുത്തശ്ശൻ പറയാണ്, മോളെ മോക്ക് എപ്പോ വേണമെങ്കിലും നിന്റെ വീട്ടിലേക്ക് ക്യാഷ് കൊണ്ടുപോകാം. അതിനോട് ആരും തടയില്ല. നിന്റെ അമ്മയ്ക്കും അച്ഛനും സഹായിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ഒന്നും കുറയാൻ പോകുന്നില്ല. പക്ഷെ നീ നിന്റെ അമ്മായിയമ്മയോട് ഒന്ന് പറഞ്ഞിട്ട് വേണമായിരുന്നു അത് ചെയ്യാൻ. ഭർത്താവിനോട് മാത്രം ഈ ഒരു കാര്യം പറഞ്ഞാൽ പോരാ എന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കാണ്, അതെന്താ മുത്തശ്ശ അങ്ങനെ ചോദിക്കുമ്പോ മുത്തശ്ശൻ പറയാണ്, അത് ഇവിടുത്തെ ഒരു കീഴ്വഴക്ക. ദേവയാനി ഇവിടുന്ന് എന്തിനു പൈസ കൊണ്ടുപോയാലും അത് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അതുപോലെ തന്നെ വേണമായിരുന്നു നീയും. ഇതിപ്പോ നീ ഇവരുടെ അനുവാദമില്ലാതെ കൊണ്ടുപോകുന്നുണ്ടല്ലേ ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. എന്താണെങ്കിലും നിന്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞ നിന്റെ അമ്മയുടെ സ്ഥാനത്തല്ലേ. നിന്റെ അമ്മയോട് പറഞ്ഞതുപോലെ നീ അവരോട് പറഞ്ഞിട്ട് പോണം എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോൾ നയന ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കാണ് കേട്ടോ.
ഈ സമയത്ത് നയന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയിട്ട് മുറിയിൽ തന്നെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുകയാണ്. നയന വരച്ചു കൊടുത്ത ആ ഡിസൈൻ കാരണം ആദർശിന് നല്ലൊരു പ്രൊജക്ട് തന്നെ കിട്ടുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു അത്. മിസ്സായി പോയിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടം ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് കൊടുക്കാനുള്ള സമ്മാനമായിട്ടാണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത്. ഒരു ജോബ് ഓഫറാണ്. അതായത് കമ്പനിയിലെ ഡിസൈനിങ് ഹെഡായിട്ട് നയനെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററുമായിട്ടായിരുന്നു ആദർശ് വരുന്നത്. അങ്ങനെ ആദർശ് വന്ന് റൂമിലേക്ക് വന്ന ഉടനെ നയന ദാ ഇത് കണ്ടോ, നിനക്കുള്ള ഗിഫ്റ്റാ എന്നും പറഞ്ഞിട്ട് ഇത് കാണിച്ചിട്ട് പറയാണ് നിന്നെ ഡിസൈനറായിട്ട് കമ്പനിയിലേക്ക് അപ്പോയിന്റ് ചെയ്തു എന്ന് പറയുന്നു. നയന പറയാണ് എനിക്കൊന്നും വേണ്ട ആദർശ് ഇട്ടാന്ന് പറഞ്ഞിട്ട് മുറിയിൽ നിന്നും സങ്കടപ്പെട്ടുകൊണ്ട് ഇറങ്ങി പോന്നു. അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഞാനവിടെ താന്നു വരുമ്പം അവൾ എന്നെ തലേ കയറുക എന്നിങ്ങനെ ആദർശ് മുറിന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ചെറിയമ്മ മുറിക്കകത്തോട്ട് കയറി വരണം. കേട്ടോ ആദർശേ, നിനക്ക് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ. എന്താ ചെറിയമ്മേ, എന്താ അവിടെ നടന്നെന്ന് ചോദിക്കുമ്പോ നടന്ന സംഭവങ്ങളൊക്കെ ചെറിയമ്മ പറയാൻ കേട്ടോ. എന്നിട്ട് പറയാണ് അവളുടെ അമ്മയും അച്ഛനെയും കുറിച്ച് ദേവേനി ഒരുപാട് മോശമായിട്ട് സംസാരിച്ചു. അവരെ വിവാഹം കഴിപ്പിച്ച് തന്നെ ഇവിടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണെന്നും അവർക്ക് നാണമില്ലാത്ത വർഗ്ഗങ്ങളാണെന്നും അതുപോലെ തന്നെ വലിഞ്ഞു കയറി വരികയാണെന്നും അങ്ങനെ അവരെ കുറിച്ച് മോശമായിട്ട് ഒരുപാട് പറഞ്ഞു. എന്റെ അമ്മയെ കുറിച്ച് അച്ഛനെ കുറിച്ച് മാത്രം ഒന്ന് പറയരുതെന്ന് അവൾ പറഞ്ഞുള്ളൂ, വേറൊരു വാക്ക് പോലും നിന്റെ അമ്മയോടുള്ള തിരിച്ചു പറഞ്ഞില്ല എന്ന് പറയാണ്. നീ വന്നപ്പോ സാധാരണ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇതെല്ലാം പറഞ്ഞ് നീയും നിന്റെ അമ്മയുമായിട്ട് അടി ഉണ്ടാക്കിച്ചേനെ. പക്ഷേ നയന അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ, അതാണ് അവളുടെ മഹത്വം. പാവം, അവൾക്ക് ഇത്രമാത്രം സങ്കടം ഉണ്ടാവും എന്ന് പറയുകയാണ്. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഇനി എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ആദർശ് പോയിട്ട് ദേവേനോട് പറയാണ് അമ്മയെങ്കിലും ചെയ്തത് വളരെ മോശമായി പോയെന്ന് പറയുന്നു. എന്താടാ ഞാൻ ചെയ്തത്, എന്താ മോശം? അവള് പറഞ്ഞുടനെ നീ ക്യാഷ് എടുത്ത് കൊടുത്തുവിട്ടല്ലേ, നീ എന്തോ എത്തിനാ അവരുടെ അമ്മയൊക്കെ ചെയ്തത് മറന്നു പോയോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയാണ് അമ്മ കാര്യമായി സംസാരിക്കുന്നത്. നയന ഇന്നലെ ഒരു ഡിസൈൻ വരച്ചിരുന്നു, അത് നമ്മുടെ ക്ലയൻസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഡിസൈൻ സ്വീകരിച്ചു. എത്ര കോടി രൂപയുടെ പ്രൊജക്ട് ആയിരുന്നു അതെന്നറിയാമോ? അല്ലെങ്കിൽ കൈവിട്ട് പോയെങ്കിൽ നമുക്ക് വളരെ ലോസ് ആയനെ, നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ഇല്ലാതായനെ. ആ ഒരു ആപത്തിൽ നിന്ന് രക്ഷിച്ചത് നയനയാണ്. അതുകൊണ്ട് അവൾ വരച്ച ഡിസൈനുള്ള പ്രതിഫലമായിട്ടാണ് ആ 1,00,000 രൂപ കൊടുത്തത്. അത് കൊടുത്തപ്പോൾ തന്നെ അവളോട് പറഞ്ഞു ഇത് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്. അവള് സമ്പാദിച്ച, അവൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയ അവളുടെ കാശാണ് അവൾ വീട്ടിലേക്ക് കൊണ്ടുപോയത്, അല്ലാതെ ഇവിടെ നല്ല ക്യാഷ് അല്ല. അത് മാത്രമല്ല ഈ ഇവളുടെ കഴിവ് കണ്ടിട്ട് ഞാൻ എന്താ ഡിസൈനറായിട്ട് അവളെ അപ്പോയിന്റ് ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ടാണ് വന്നത്. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. ഇത് അവൾ പോലും പറഞ്ഞതല്ല എന്നോട്, ചെറിയമ്മയാണ് ഞാൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് എന്നോട് പറഞ്ഞതെന്ന് പറയുന്നു. അപ്പോഴേക്കും ദേവേനി പറയാണ് എങ്കിൽ പിന്നെ വാ തുറന്ന് അവൾക്കൊരു വാക്ക് പറയത്തില്ലായിരുന്നു അവൾ ഡിസൈൻ ചെയ്ത ക്യാഷ് കൊണ്ടുപോയെന്ന്, എങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവായിരുന്നു എന്ന് ചോദിക്കുകയാണ്. എങ്കിലും അവളുടെ അമ്മേനെ അച്ഛനെ കുറിച്ച് അവൻ മോശമായിട്ട് പറയാൻ പാടില്ലായിരുന്നു. ദേവേനി പറയാണ് സോറി ആദർശ്, ഞാനത് അവളോട് പറഞ്ഞോളാം. അത് മാത്രമല്ല അവൾ നല്ലൊരു ഡിസൈനറാണ്, അവൾക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല, അവൾ പോയി ജോലി ചെയ്യട്ടെ, ഞാൻ അവളുടെ കഴിവുകൾ വികസിക്കട്ടെ. ഇത് ദേവേനി പറയുന്നു കേട്ടോ. അങ്ങനെ ദേവേനി പോയിട്ട് ഞാനൊരു ഒരു കാര്യത്തിന് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള അപ്കമിംഗ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് നമ്മുടെ ചാനൽ എപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ. മിസ് ആവാതിരിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.